ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിചിത്രമായ നിലപാടുകളെയും സമകാലിക സാമൂഹിക വിഷയങ്ങളെയും പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സറ്റയർ കൂട്ടായ്മയ്ക്ക് പിന്നാലെ ഇന്റർനെറ്റിൽ പുതിയ പോർമുഖം തുറന്ന് ഓഗി ജനതാ പാർട്ടി CJPയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തും അവരെ കടന്നാക്രമിച്ചും രംഗത്തെത്തിയിരിക്കുന്ന OJP പ്രശസ്തമായ ഓഗിയും കോക്രോച്ചും എന്ന കാർട്ടൂണിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഡിജിറ്റൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മ, പരീക്ഷാ പേപ്പർ ചോർച്ച തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങൾക്കൊപ്പം മൃഗസംരക്ഷണത്തിനായുള്ള പ്രകടന പത്രികയും പുറത്തിറക്കിയാണ് OJP ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് രാജ്യത്തെ സമകാലിക രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പുകളെയും സോഷ്യൽ മീഡിയ പ്രവണതകളെയും അതിശക്തമായ ട്രോളുകളിലൂടെയും വീഡിയോകളിലൂടെയും വിമർശിക്കുന്ന ഒരു സറ്റയർ പേജാണ്. ചെറിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ഈ പേജ് സ്വന്തമാക്കിയത്. ഇടക്കാലത്ത് ഈ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ടിലൂടെ ഇവർ ശക്തമായി തിരിച്ചെത്തുകയും ആരാധകരെ നിലനിർത്തുകയും ചെയ്തു. CJPക്ക് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് കാർട്ടൂണിലെ ഓഗിയുടെ രൂപവുമായി ഓഗി ജനതാ പാർട്ടി രംഗപ്രവേശനം ചെയ്യുന്നത്. എല്ലാത്തരം പ്രാണികളെയും തുടച്ചു നീക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് OJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. CJPയെ ലക്ഷ്യം വെച്ചാണ് ഈ പാറ്റ നിർമ്മാർജ്ജനം എന്നാണ് പേജിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത്. നിലവിൽ 9000-ലധികം ഫോളോവേഴ്സിനെ നേടാൻ OJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും CJPക്ക് ലഭിച്ച അത്രയും വലിയൊരു ജനപ്രീതിയും സ്വീകാര്യതയും ഇനിയും നേടിയെടുക്കാൻ OJPക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. CJPയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് OJP പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് OJPയുടെ പ്രധാന ആരോപണം. AAPയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ദീപ്കെ മുൻപ് വളണ്ടിയറായി പ്രവർത്തിച്ചിരുന്നുവെന്ന വിവരങ്ങളും ഇവർ ഇതിനായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊളാഷ് പങ്കുവെച്ചുകൊണ്ട് OJP CJP ആരാധകരെ ശക്തമായി പരിഹസിക്കുകയുണ്ടായി. വാളുകളുടെ മൂർച്ചയാൽ രൂപപ്പെട്ട ഒരു മണ്ണിലെ യുവാക്കൾ തങ്ങളെ പാറ്റകൾ എന്ന് വിളിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ് OJP തങ്ങളുടെ കുറിപ്പിലൂടെ വിമർശിക്കുന്നത്. എന്നാൽ തങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോടെയല്ല പ്രവർത്തിക്കുന്നതെന്നും പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും OJP തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ബയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വെറും ഒരു ട്രോൾ പേജ് എന്നതിനപ്പുറം കൃത്യമായ ചില സാമൂഹിക വിഷയങ്ങളിലും ഡിജിറ്റൽ സംവാദങ്ങളിലും OJP സജീവമായി ഇടപെടുന്നുണ്ട്. മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവർ ഒരു 6 ഇന പ്രകടന പത്രിക തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. തെരുവ് മൃഗങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക, മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾക്കെതിരെ കടുത്ത നിയമങ്ങളും ശിക്ഷാ നടപടികളും കൊണ്ടുവരിക തുടങ്ങിയവയാണ് ഈ പ്രകടന പത്രികയിലെ പ്രധാന ആവശ്യങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. മൃഗസംരക്ഷണത്തിന് പുറമെ രാജ്യത്ത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായി മാറിയ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ വിഷയത്തിലും OJP തങ്ങളുടെ ശക്തമായ പ്രതികരണവും വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം വിനോദത്തിനപ്പുറം ഇത്തരം സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടേതായ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനാണ് ഈ പേജിലൂടെ ഇവർ ശ്രമിക്കുന്നത്. യൂത്ത് ട്രെൻഡുകളെ സ്വാധീനിക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികൾ പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോൾ ഇത്തരം സറ്റയർ പേജുകളിലൂടെയാണ് പുതിയ തലമുറ തങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുകളും സംവാദങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ ഈ പുതിയ മുഖം യുവജനങ്ങളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന ഈ കോക്രോച്ച് ഓഗി പോര് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത കാണുന്നത്. CJP ഇതിനകം തന്നെ ഇന്റർനെറ്റിൽ വൻ ആരാധക നിരയെയും സ്വാധീനത്തെയും കെട്ടിപ്പടുത്തിട്ടുള്ളതിനാൽ അവരുടെ ആധിപത്യം തകർക്കാൻ OJPക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ ഡിജിറ്റൽ ട്രെൻഡുകളിൽ നിന്നും സറ്റയർ യുദ്ധങ്ങളിൽ നിന്നും മാത്രമേ വ്യക്തമാകൂ.